ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് ഫിറോസ് ദാദ് മൊബൈൽ ടിപ്സിന്റെയും ഐഫോൺ വേൾഡിന്റെയും പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് മറ്റൊരാളുടെ വാട്സപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഫോണിൽ ഒരു വാട്സപ്പ് ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷന്റെയും സഹായമില്ലാതെ നമ്മുടെ മൊബൈലിലേക്ക് സെറ്റ് ചെയ്യുക. അതായത് ആ മൊബൈലിൽ കിടക്കുന്ന വാട്സപ്പിനെ നമ്മുടെ മൊബൈലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എല്ലാവർക്കും അറിയാം, വാട്സപ്പ് വെബ് വാട്സ്കാൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഇതിനു മുമ്പൊക്കെ ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇന്നിവിടെ പരിചയപ്പെടുന്നത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റൊരാളുടെ വാട്സപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ രണ്ടാമത്തെ ഒരു വാട്സപ്പ് മറ്റൊരു ഫോൺ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മറ്റൊരു ഫോണിലേക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. പല കൂട്ടുകാർക്കും ചിലപ്പോൾ ഈ അറിയാവുന്ന അറിവുകളായിരിക്കാം. പക്ഷെ അറിയാവുന്ന ആളുകൾ കമന്റ് ബോക്സിൽ ട്രോൾ ചെയ്തത് പ്ലീസ്. കാരണം ഇതൊക്കെ പഴയതല്ലേ എന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് ലിങ്ക് വഴി, അതായത് ഒരു സൈറ്റ് വഴി നമുക്ക് ചെയ്യുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ട് ആരും ദുരുപയോഗം ചെയ്യരുത്. ചിലപ്പോൾ പല ആളുകളും മറ്റുള്ള ആളുകളുടെ വാട്സപ്പ് ഇതുപോലെ ഹാക്ക് ചെയ്യും. അതായത് റൂമിലിരിക്കുന്ന ആളുകളുടെ വാട്സപ്പ് നമ്മുടെ മൊബൈലിലേക്ക് ആക്കി അത് ചാറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൂടി കൂട്ടുകാർ മനസ്സിലാക്കണം. കാരണം ഈ വീഡിയോ അവസാനം വരെ കണ്ടാലേ ഞാനത് കാണിക്കുന്നത് മനസ്സിലാക്കുള്ളൂ. കാരണം കൂട്ടുകാർ മറ്റൊരാൾക്ക് എങ്ങനെയാണ് ഹാക്ക് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും ഈ വീഡിയോ കാണുക. പക്ഷെ അതിന് മറുമരുന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് മറ്റൊരാളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മറ്റൊരു ഫോണിലുള്ള വാട്സപ്പ് നമ്മുടെ ഈ ഒരു മൊബൈലിലേക്ക് മാറ്റുന്നത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലായ ഫിറോസ് ദാദു ഐഫോൺ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്ത് സീഫസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷനെ സഹായമില്ലാതെ മറ്റൊരാളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെറ്റ് ആക്കുക എന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോക്ക് മുകളിലുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതായത് ലിങ്ക് ഓപ്പൺ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലാണ്. അതായത് നിങ്ങൾ ആരുടെ ഫോണാണ് ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഫോണിലല്ല നിങ്ങൾ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഈ കാണുന്ന ഫോണിലാണ് ഈ ഫോണിലുള്ള വാട്സപ്പാണ് എന്റെ ഈ ഫോണിലേക്ക് ഞാൻ ഹാക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോക്ക് മുകളിലുള്ള ആ ലിങ്ക് കൂട്ടുകാർ ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്യേണ്ടത് നിങ്ങൾ സഫാരിയിലോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലോ ഓപ്പൺ ചെയ്യുക. സഫാരിയിൽ കിട്ടിയിട്ടില്ല എങ്കിൽ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ക്രോമിലാണ് ഓപ്പൺ ചെയ്തത്. എന്നുവെച്ചാൽ മുകളിൽ കാണുന്ന ഈ സെർച്ച് ബാറിൽ ജസ്റ്റ് അവിടെ ഒഴിവാക്കിയതിനു ശേഷം അവിടുന്ന് കോപ്പി ചെയ്ത് ആ ലിങ്ക് ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഞാൻ ഇവിടെ പേസ്റ്റ് കൊടുത്തു. അപ്പോൾ ആ ലിങ്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഗോ കൊടുക്കുക. ഗോ കൊടുത്തതിനു ശേഷം ഏറ്റവും താഴെ ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. ആ 3 ഡോട്ടിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കാണാൻ സാധിക്കും. അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബാർകോഡ് ആയിരിക്കും ഇവിടെ ഓപ്പൺ ആയി വരുന്നത്. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോണിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബാർകോഡ് കറക്റ്റ് ചെയ്ത് നമ്മുടെ സ്ക്രീനിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഫോൺ ഇവിടെ വെക്കുക. നമ്മുടെ ആരുടെ ഫോണാണ് ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഫോൺ ഓപ്പൺ ചെയ്യുക. അവിടെ ഫോൺ ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് പ്രസ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തെ ഓപ്ഷൻ വാട്സപ്പ് വെബ് എന്ന് കാണാൻ സാധിക്കും. അതിന്റെ മണ്ടയ്ക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന്റെ മണ്ടയ്ക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയൊരു ക്യാമറ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. എന്റെ കൈ കാണാൻ സാധിക്കും. ക്യാമറ ഓപ്പൺ ആയി വന്ന് കാണാൻ സാധിക്കും. ആ ക്യാമറ ഈ കാണുന്ന ബാർകോഡിനെ സ്കാൻ ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്കാൻ ചെയ്യാം. ഇപ്പോൾ ഈ വാട്സപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന എന്റെ ഈ ആൻഡ്രോയിഡ് ഫോണിലുള്ള വാട്സപ്പ് ഈ ഫോണിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഈ ആൻഡ്രോയിഡ് ഫോൺ ഇവിടെ ജസ്റ്റ് ഒന്ന് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്റെ ഈ ഫോണിലുള്ള CTS, കാളൂത്ത്, അതുപോലെ ചങ്ങാതിക്കൂട്ടം എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഫോണിലേക്ക്, അതായത് എന്റെ ഐഫോണിലേക്ക് മാറിയതായി കാണാൻ സാധിക്കും. ഇതേ രീതിയിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷന്റെ സഹായമില്ലാതെ നമ്മുടെ വാട്സപ്പ് ഇതിലേക്ക് മാറ്റാൻ സാധിക്കും. അത് നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഉപയോഗമുണ്ട്. അതായത് നിങ്ങളുടെ മൊബൈലിൽ 2 വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൊബൈലിലേക്ക് തന്നെ 2 വാട്സപ്പ് ആക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒന്നുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ റീഡ് ചെയ്യാം, അതിലേക്ക് മെസ്സേജ് അയക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അതാണ് ആദ്യത്തെ അറിവ്. ഇനി കൂട്ടുകാർക്ക് പറയാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഇത്തരത്തിൽ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് എങ്ങനെ കണ്ടെത്തി റിമൂവ് ചെയ്യാം. അതാണ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്. അതിന് കൂട്ടുകാർ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഫോണാണ് ഞാൻ ഹാക്ക് ചെയ്തിട്ടുള്ളത്. അതായത് എന്റെ ആൻഡ്രോയിഡ് ഫോണാണ് ഞാൻ ഇതിലേക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്റെ ആൻഡ്രോയിഡ് ഫോൺ ഓപ്പൺ ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ജസ്റ്റ് മുകളിൽ കാണുന്ന 3 ലൈൻ അതേ ലൈൻ ഒന്ന് പ്രസ് ചെയ്തിട്ട് മൂന്നാമത്തെ ഓപ്ഷനായ വാട്സപ്പ് വെബ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായത് ഒരു ക്യാമറ ആയിരുന്നു.
ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതുപോലെയാണ്, അതായത് ലോഗൌട്ട് ഫ്രം ഓൾ ഡിവൈസ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മാക് എന്ന് പറയുന്ന ഒരു ഐഫോൺ ഞാനിവിടെ ആക്റ്റീവ് ആക്കിയിട്ടുമുണ്ട്. ഐഫോണിൽ നിന്നും ഇതിലേക്ക് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് എന്നും കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഫോണിലേക്ക് നോക്കുക. ഈ ഫോണിൽ ലോഗൌട്ട് ഫ്രം ഡിവൈസ് ഓൾ ഡിവൈസ് എന്നുള്ള ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ലോഗൌട്ട് എന്നുള്ള ഭാഗം കാണിക്കും. അതിന്റെ മണ്ടയ്ക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് പോയതായി കാണാൻ സാധിക്കും. ഈ ഫോണിൽ ആ ഒരു നേരത്തെ ഹാക്ക് ചെയ്തത് ഇവിടെ പോയി. ഇവിടെ വെറും ബാർകോഡ് മാത്രമായി വന്നു. ഇങ്ങനെ നമ്മുടെ ഫോണിൽ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. ഒന്നുകൂടി കാണിക്കാം. നമ്മുടെ മുകളിലുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്തതിനു ശേഷം സഫാരിയിലോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ബാർകോഡ് ആയിരിക്കും അവിടെ ഓപ്പൺ ആയി വരുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ ആരുടെ ഫോണാണോ നിങ്ങൾ ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോൺ ഓപ്പൺ ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നുവെച്ചാൽ മുകളിൽ കാണുന്ന 3 ഡോട്ട് പ്രസ് ചെയ്യുക. ഇവിടെ നിന്നുകൊണ്ട് വാട്സപ്പ് വെബ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്യാമറ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ആ ക്യാമറ ജസ്റ്റ് ആ ബാർകോഡിനെ ജസ്റ്റ് സ്കാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലുള്ള വാട്സപ്പ് ഇതിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ആ വാട്സപ്പിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് വന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതേ രീതിയിൽ നിങ്ങൾക്ക് വാട്സപ്പിലുള്ള ആളുകളുമായി ആരൊക്കെ ചാറ്റ് ചെയ്യുന്നത് കാണാം. അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ മറുമരുന്നായിട്ടുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോഗൌട്ട് ചെയ്യാനും ഉള്ളത് ഞാൻ നേരത്തെ കാണിച്ചത് ഒന്നുകൂടി കാണിക്കണമെങ്കിൽ കാണിക്കാം. ഈ 3 ഡോട്ട് തന്നെ വീണ്ടും നിങ്ങളുടെ ആരുടെ ഫോണാണ് ഹാക്ക് ചെയ്തത് അവരുടെ ഫോൺ നിങ്ങൾ ഈ 3 ഡോട്ട് ഒന്ന് പ്രസ് ചെയ്യുക. എന്നുവെച്ചാൽ വാട്സ്ആപ്പ് വെബ് എന്നുള്ള ഈ ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ലോഗൌട്ട് ഫ്രം ഓൾ ഡിവൈസ്. അതിന് മണ്ടയ്ക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗൌട്ട് കാണിക്കും. ലോഗൌട്ടിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ അത് അവിടുന്ന് പോവുകയും ചെയ്യും. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഹാക്ക് ചെയ്യുകയും ചെയ്യാം. ഹാക്ക് ചെയ്തതിനെ നിങ്ങൾക്ക് പുറത്ത് ആക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ കാണുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ വാളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഈ അറിവ് എത്തിച്ചു കൊടുക്കുക. ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ അറിവുകളായി വീണ്ടും വരാം. നിങ്ങളുടെ സ്വന്തം ഫിറോസ് ദാദു. ബൈ ബൈ.